കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേർ മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ഒരാളുടെ മരണമാണ് നിലവിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റുള്ളവരും മരണപ്പെട്ടതായാണ് പ്രാഥമിക അനുമാനം. വീടിനുള്ളിൽ കാണപ്പെട്ടിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയാൽ മാത്രമാകും മരണങ്ങൾ സംബന്ധിച്ച സ്ഥിരീകരണം നടത്താനാകുമെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ വീട് കത്തിച്ചാമ്പലായ വിവരം പുറംലോകം അറിയുന്നത്. തെള്ളിപ്പറവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭയുടെ മാതാവ് പൊന്നമ്മ, ശുഭയുടെ മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവരായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ഇവർ 4 പേരും പൊള്ളലേറ്റ് മരിച്ചതായാണ് പ്രാഥമിക അനുമാനം. ഇതിൽ 5 വയസ്സുകാരൻ അഭിനവിന്റെ മരണം മാത്രമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. വീടിനുള്ളിൽ കാണപ്പെട്ടിട്ടുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയാൽ മാത്രമേ മരണങ്ങൾ സംബന്ധിച്ച് സ്ഥിരീകരണം നടത്താനാകൂവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനു വേണ്ടുന്ന തുടർ നടപടികൾ പോലീസ് ആരംഭിച്ചു. സമീപവാസികൾ എത്തിയപ്പോൾ വീട് കത്തിച്ചാമ്പലായ നിലയിലായിരുന്നു. ഉടൻ വെള്ളത്തുവൽ പോലീസും ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. 5 വയസ്സുകാരൻ അഭിനവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. മരക്കാലത്ത് നിന്ന് അമിച്ചിട്ട് ചേർത്തിനാണ് ഇങ്ങനെ ഹോട്ടൽ പരിക്ക് തീ വിളിച്ചു പറഞ്ഞത്. അത് പ്രകാരം ഞാൻ അവിടെ ചെല്ലി നാട്ടുകാർ ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം കൊച്ചിനെ എടുത്ത് അവർ പിന്നെ കിടത്തേക്കുമായിരുന്നു. കൊച്ചിനെ കിട്ടിയത് വഴി ഞാൻ വണ്ടിയെ കയറി പോരുവാണ്. മരണം സ്ഥിരീകരിച്ചതോടെ അഭിനവിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ആളുകൾ എത്തിയപ്പോഴേക്കും തീ പാടെ കെട്ടടങ്ങിയ നിലയിലായിരുന്നു. വെള്ളിയാഴ്ചയാണോ തീപിടുത്തമുണ്ടായതെന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പാടെ കത്തിച്ചാമ്പലായ നിലയിലാണ്. എന്നാണ് തീപിടുത്തമുണ്ടായത്? വീടിന് തീ പിടിക്കാനുണ്ടായ സാഹചര്യം ഇവ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതായുണ്ട്. അധികം ആൾവാസമില്ലാതെ ഇരുന്നിടത്താണ് അഗ്നിക്കിരയായ വീടുള്ളത് എന്നത് സംഭവം പുറംലോകമറിയാൻ വൈകുന്നതിന് കാരണമായി. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി തുടർ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ സംഭവത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാനാകൂ. ന്യൂസ് ബ്യൂറോ, അടിമാലി.